വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ഫംഗ്ഷൻ, എന്താണ് ഡൊമൈൻ, എന്താണ് കോഡൊമൈൻ, എന്താണ് റേഞ്ച്. +1 +2 മുതൽ ഏറ്റവും അത്യാവശ്യമായിട്ട് നമ്മൾ പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഫംഗ്ഷനും അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ എന്താണ് ഫംഗ്ഷൻ എന്ന് അറിഞ്ഞിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലെറ്റ്സ് ഗെറ്റ് ടു ദാറ്റ്. ഫംഗ്ഷൻ. ഓക്കെ, സപ്പോസ് നിങ്ങളുടെ കയ്യിൽ ഒരു മെഷീൻ ഉണ്ടെന്ന് കരുതുക. ഇതാണ് നിങ്ങളുടെ മെഷീൻ. ഈ മെഷീനകത്ത് നിങ്ങൾ എന്ത് ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാലും അത് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഔട്ട്പുട്ട് കിട്ടും. ഇപ്പോൾ നിങ്ങൾ പൈനാപ്പിൾ കൊടുക്കുകയാണെങ്കിൽ പൈനാപ്പിളിൻ്റെ ജ്യൂസ് തരും, നിങ്ങൾ തണ്ണിമത്തൻ കൊടുക്കുകയാണെങ്കിൽ തണ്ണിമത്തൻ്റെ ജ്യൂസ് തരും. അങ്ങനെ എന്താണോ നിങ്ങൾ കൊടുക്കുന്നത് അതിനനുസരിച്ച് അത് ഔട്ട്പുട്ട് തരും. പക്ഷേ ഈ മെഷീൻ ഒരു പ്രത്യേകതയുണ്ട്. ഈ മെഷീൻ ഒരു സാധനം ഇട്ട് കൊടുത്താൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരൊറ്റ ഔട്ട്പുട്ട് മാത്രമേ തരൂ. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യം പപ്പായ ഇട്ട് കൊടുത്തു. ആദ്യം പപ്പായ ഇട്ടെടുത്തപ്പോൾ പപ്പായയുടെ ജ്യൂസ് കിട്ടി. അതിനിടയിൽ നിങ്ങൾ തണ്ണിമത്തം കൊടുത്തു, നിങ്ങൾ ചക്ക കൊടുത്തു, മാങ്ങ കൊടുത്തു, ഒക്കെ കഴിഞ്ഞു. കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ വീണ്ടും പപ്പായ കൊടുത്തു. അപ്പോഴും ഈ മെഷീൻ പപ്പായ ജ്യൂസ് തന്നെ തരും. അപ്പം ഇത് പോയി പപ്പായയുടെ കട്ട് ഫ്രൂട്ടോ അല്ലെങ്കിൽ പപ്പായയുടെ സൂപ്പോ ഒന്നും തരത്തില്ല, പപ്പായയുടെ ജ്യൂസ് തന്നെ തരും. അതായത് ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഓപ്പറേഷൻ പോലെയാണ്. നിങ്ങളൊരു ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഔട്ട്പുട്ട് മാത്രമേ തരൂ. ഒരു ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഔട്ട്പുട്ട്. ഓക്കെ, അതാണ് ഒരു ഫംഗ്ഷൻ. ഉദാഹരണത്തിന് f(x) = x. ഇവിടെ എക്സിന് 1 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 1 കിട്ടും. ഇവിടെ എക്സിന് 2 കൊടുത്തു കഴിഞ്ഞാൽ 2 കിട്ടും. എക്സിന് 3 കൊടുത്തു കഴിഞ്ഞാൽ 3 കിട്ടും. വേറെ ഫംഗ്ഷൻ നോക്കാം. f(x) = x². ഇവിടെ 1 കൊടുത്താൽ 1 കിട്ടും, 2 കൊടുത്താൽ 4 കിട്ടും, 3 കൊടുത്താൽ 9 കിട്ടും, -2 കൊടുത്താലും 4 കിട്ടും. അപ്പൊ നിങ്ങൾ ചോദിക്കും ഇവിടെ 2-നും 4 വന്നു, -2-നും 4 വന്നു. ശ്രദ്ധിക്കണേ, 2-ന് ഇവിടെ 4 മാത്രമേ ഉള്ളൂ, -2-ന് ഇവിടെ 4 മാത്രമേ ഉള്ളൂ. അത് കുഴപ്പമില്ല. പക്ഷേ 2 കൊടുക്കുമ്പോൾ 4-ഉം 2 കൊടുക്കുമ്പോൾ 6-ഉം വരികയാണെങ്കിൽ, ഒരു ഇൻപുട്ടിന് 2 തരം ഔട്ട്പുട്ട് വരികയാണെങ്കിൽ അതൊരു ഫംഗ്ഷൻ അല്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും അങ്ങനെ വരുന്ന ആരാൾ എല്ലാവരും ഇങ്ങനെ തന്നെയല്ലേ? അല്ല, അവിടെയാണ് നമ്മുടെ ഫംഗ്ഷൻ അല്ലാത്തൊരു ഓപ്പറേഷൻ വരുന്നത്. f(x) = √x. ഇതിലെന്താ എത്ര പ്രത്യേകത കാണിച്ചു തരാം. 1 കൊടുക്കുമ്പോൾ 1ന്റെ റൂട്ട് എത്രയാ? 1. 4 കൊടുക്കുമ്പോൾ 4ന്റെ റൂട്ട് എത്രയാ? 2. ആണോ? 1ന്റെ റൂട്ട് 1 മാത്രമാണോ? അല്ല, 1ന് 2 റൂട്ട് ഉണ്ട്. 1ന്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ 1-ഉം -1-ഉം, 4ന്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ 2-ഉം -2-ഉം. അപ്പോൾ നമ്മൾ എക്സിന് 1 കൊടുക്കുമ്പോൾ നമുക്ക് f(x) 1-ഉം കിട്ടുന്നു, -1-ഉം കിട്ടുന്നു. 4 കൊടുക്കുമ്പോൾ 2-ഉം കിട്ടുന്നു, -2-ഉം കിട്ടുന്നു. പ്രശ്നമായേ? അതാ പറയുന്നത്, ഒരു ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഔട്ട്പുട്ട് മാത്രമേ കിട്ടാവൂ. അത്തരം ഓപ്പറേഷനുകളാണ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്താ, ഇനി നമുക്ക് ഡൊമൈൻ കോഡൊമൈനിലൊക്കെ പോകാം. ഫംഗ്ഷൻ പറയുമ്പോൾ ചുമ്മാതങ്ങ് പറഞ്ഞാൽ പോരാ. അത് എവിടെയാണ് ആ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, ആ ഫംഗ്ഷൻ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് കൂടി പറയണം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഒരു ഫംഗ്ഷനെ നമ്മൾ എങ്ങനെ പറയാം? ഓക്കെ, നമ്മുടെ കയ്യിൽ ഒരു ഫംഗ്ഷൻ ഉണ്ട്, f(x) = x. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എന്താ നമ്മൾ പറയേണ്ടത്? ഫംഗ്ഷൻ എന്തൊക്കെ വാല്യൂസ് നമുക്ക് കൊടുക്കാൻ കഴിയും, ഫംഗ്ഷൻ എന്തൊക്കെ വാല്യൂസ് ആണ് നമുക്ക് കിട്ടുക എന്നൊക്കെ നമ്മൾ പറയേണ്ടതുണ്ട്. അങ്ങനെയാണ് ഒരു ഫംഗ്ഷൻ പറയാം, അല്ലേ? ഞാൻ പോയി എന്ന് ഞാൻ എവിടുന്ന് എങ്ങോട്ട് പോയി എന്ന് പറയണ്ടേ? അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട് അശ്വിൻ പോയി എന്ന സ്റ്റേറ്റ്മെന്റ് ഒരു കംപ്ലീറ്റ്നെസ് ഇല്ല. അശ്വിൻ എവിടെ നിന്ന് എപ്പോൾ എങ്ങോട്ട് പോയി എന്ന് പറയണ്ടേ? അതുപോലെ ഒരു ഫംഗ്ഷൻ ചുമ്മാതങ്ങ് പറഞ്ഞാൽ പോരാ. ആ ഫംഗ്ഷൻ എവിടെ നിന്ന് എങ്ങോട്ടാണ് പോകുന്നത്, ഫംഗ്ഷൻ എന്തൊക്കെ വാല്യൂസ് ഇൻപുട്ടായി കൊടുക്കാൻ കഴിയും, അല്ലേ? നിങ്ങളൊരു മെഷീൻ വാങ്ങുമ്പോൾ ഇപ്പം മിക്സിയുടെ മേലെ എഴുതില്ലേ, ഇതിൻ്റെ അകത്ത് ഇടാൻ പറ്റുന്ന മിക്സിനകത്ത് പോയി കല്ലിടാൻ കഴിയില്ലല്ലോ. മിക്സിനകത്ത് ഫ്രൂട്ട്സ് ഇടാം, അരി ഇടാം, സാധനങ്ങൾ ഇടാം, അല്ലേ? ഓരോ ഓപ്പറേഷനും ഓരോ കാര്യത്തിനും അതിൻ്റെതായി കൊടുക്കാൻ പറ്റുന്ന ഇൻപുട്ടുകളുണ്ട്. അതേപോലെ ഓരോ ഫംഗ്ഷൻ കൊടുക്കാൻ കഴിയുന്ന ഇൻപുട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യണം. അപ്പോൾ ഉദാഹരണത്തിന് ഒരു ഫംഗ്ഷൻ പറയണേ, f(n to n) such that f(x) = x. ഇതൊരു പ്രോപ്പർ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുക. അതായത് നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ നമ്പേഴ്സിൽ നിന്ന് നാച്ചുറൽ നമ്പേഴ്സിലേക്കാണ് പോകുന്നത്.
എന്താ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ്. അപ്പോൾ എനിക്ക് എക്സ് ഈസ് ഈക്വൽ ടു -1 എന്ന വാല്യൂ കൊടുക്കാൻ പറ്റുമോ? ഇല്ല. എന്താ പറഞ്ഞത്? ഫംഗ്ഷന് നാച്ചുറൽ നമ്പേഴ്സ് ആയ വാല്യൂസ് മാത്രമേ കൊടുക്കാൻ കഴിയൂ. അപ്പോൾ എന്തൊക്കെയാ നാച്ചുറൽ നമ്പേഴ്സ്? 1 കൊടുക്കാം, 2 കൊടുക്കാം, 3 കൊടുക്കാം, 4 കൊടുക്കാം, 4.5 കൊടുക്കാൻ പറ്റുമോ? ഇല്ല, കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ ഫംഗ്ഷന് കൊടുക്കാൻ കഴിയുന്ന ഇൻപുട്ടുകൾ എന്തൊക്കെയാണോ അതാണ് ഡൊമെയിൻ. ഫംഗ്ഷൻ എങ്ങോട്ടാണോ പോകുന്നത് ഇതാണ് ഇതിൻ്റെ കോഡൊമെയിൻ. ഓക്കെ, ഒരു ഫംഗ്ഷൻ ഇതാണ്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് കോഡൊമെയിനിലേക്ക് പോകുന്നു. ഡൊമെയിൻ, കോഡൊമെയിൻ. ഈ ആദ്യത്തെ സെറ്റ് ഡൊമെയിനും രണ്ടാമത്തെ സെറ്റ് കോഡൊമെയിനും. അപ്പോൾ എന്താ ഒരു റേഞ്ച് നമ്മൾ കേട്ടിട്ടില്ല റേഞ്ച് എന്നൊക്കെ പറയുന്നത്. അവിടെയാണ് എന്ത് വരുന്നത്? നമ്മൾ വേറൊരു എക്സാമ്പിൾ ഡിഫൈൻ ചെയ്യേണ്ട കാര്യം വരും. അപ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവും. നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എഫ് ഫ്രം R to R. That's that f of x is equal to x square. നോക്കണേ. അപ്പം നമ്മൾ 1 കൊടുത്ത എക്സിന് 1 കൊടുത്ത എന്ത് കിട്ടും? 1 കിട്ടും. 2 കൊടുത്ത 4 കിട്ടും. -2 കൊടുത്ത 4 കിട്ടും അല്ലേ? -1 കൊടുത്ത 1 കിട്ടും. നിങ്ങളുടെ എന്ത് വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് പോസിറ്റീവ് വാല്യൂസ് മാത്രമാണ് കിട്ടുന്നത് അല്ലേ? ഫംഗ്ഷന്റെ ഗ്രാഫ് വരുന്നത് ഇങ്ങനെ. ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്. അപ്പോൾ നിങ്ങൾ എക്സ് ആക്സിൽ ഏത് വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാലും ഫംഗ്ഷന്റെ വാല്യൂസ് കിട്ടുന്നത് വൈ ആക്സിസിലാണ്. പക്ഷെ നമ്മുടെ ഫംഗ്ഷൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ ഡൊമെയിൻ R ആണ്, കോഡൊമെയിൻ R എന്താണ്? റിയൽ നമ്പേഴ്സ്. പക്ഷെ നമ്മുടെ ഫംഗ്ഷൻ പോകുന്നത് റിയൽ നമ്പേഴ്സിലാണെങ്കിലും എല്ലാ റിയൽ നമ്പേഴ്സിനും ഫംഗ്ഷൻ എടുക്കുന്നില്ല. ഫംഗ്ഷൻ ആകെ നമുക്ക് തരുന്നത് പോസിറ്റീവായ റിയൽ നമ്പേഴ്സ് മാത്രമാണ്. അങ്ങനെ ഫംഗ്ഷൻ എന്തൊക്കെ ഔട്ട്പുട്ടാണോ വരുന്നത് അതാണ് റേഞ്ച്. അപ്പോൾ ഇവിടുത്തെ റേഞ്ച് എന്താ? പോസിറ്റീവായിട്ടുള്ള 0 മുതൽ ഇൻഫിനിറ്റി വരെയുള്ള വാല്യൂസ് ആണ് ഇതിൻ്റെ റേഞ്ച്. അതായത് ഫംഗ്ഷൻ തരുന്ന ഔട്ട്പുട്ടുകൾ റേഞ്ചും ഫംഗ്ഷൻ തരാൻ സാധ്യതയുള്ള ഔട്ട്പുട്ടുകളായി വരാൻ സാധ്യതയുള്ള വാല്യൂസിനെ നമ്മൾ കോഡൊമെയിൻ എന്നും പറയും. ശ്രദ്ധിക്കണേ, ഫംഗ്ഷൻ തരുന്ന വാല്യൂസ് റേഞ്ചും ഫംഗ്ഷൻ തരാൻ സാധ്യതയുള്ള വാല്യൂസിനെ എല്ലാം കൂട്ടിയിട്ട് നമ്മൾ എന്ത് പറയും? കോഡൊമെയിൻ എന്ന് പറയും. ഇങ്ങനെ ഉണ്ടാവും. ഇത് കോഡൊമെയിൻ ആണെങ്കിൽ ഇതിനകത്താണ് റേഞ്ച് ഒരു സബ്സെറ്റ് പോലെ ഉണ്ടാവുക. ഇപ്പോഴത്തെ ഐഡിയ. ഇനി ഒറ്റ ടിപ്പും കൂടി പറഞ്ഞിട്ട് നമുക്ക് ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യാം. എങ്ങനെ നമുക്ക് ഗ്രാഫ് വെച്ചിട്ട് ഒരു ഫംഗ്ഷൻ ആണോ അല്ലയോ നോക്കാം. നമ്മൾ എന്താ പറഞ്ഞത്? ഒരു ഫംഗ്ഷൻ ആവണമെങ്കിൽ ഒരു ഇൻപുട്ടിന് ഒരു ഔട്ട്പുട്ടേ ഉണ്ടാവാൻ പാടുള്ളൂ. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു 4 എക്സാമ്പിൾ ഉണ്ട്. ഇപ്പോട്ടെ 4. ഓക്കെ, കുറച്ച് ഒരു ഗ്രാഫ്. ഇതൊരു നമ്മുടെ എക്സ് സ്ക്വയർ, ഇത് മോഡ് എക്സിൻ്റെ ഗ്രാഫ്, ഇതൊരു ലൈന്. ഓക്കെ, ഇതൊരു കോൺസ്റ്റന്റ് ഫംഗ്ഷൻ, ഇതിലിങ്ങനെ പോകുന്ന ഫംഗ്ഷൻ, ഒരു സർക്കിള്, ഇത് ചുമ്മാ ഇങ്ങനെ നിൽക്കുന്നൊരു ഫംഗ്ഷൻ. ഓക്കെ, നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഗ്രാഫ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? വേർട്ടിക്കലി ഒരു വര വരക്കുക. ഈ ലൈൻ ഒന്നിലധികം പോയിന്റിനെ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇന്റർസെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു ഫംഗ്ഷൻ അല്ല. പക്ഷെ ഇതെന്താ? ഇതൊരു പോയിന്റിൽ മാത്രമേ മീറ്റ് ചെയ്യുന്നുള്ളൂ, ഇതൊരു ഫംഗ്ഷനാണ്. ഇവിടെ വരക്കുക. ഇതൊരു പോയിന്റിൽ മാത്രമേ മീറ്റ് ചെയ്യുന്നുള്ളൂ, ഇതൊരു ഫംഗ്ഷനാണ്. ഇവിടെ വരക്കുക. ഇതൊരു പോയിന്റിൽ മാത്രമേ മീറ്റ് ചെയ്യുന്നുള്ളൂ, ഇതൊരു ഫംഗ്ഷനാണ്. വരക്കുക, ഫംഗ്ഷനാണ്. പക്ഷെ ഇവിടെ വരക്കുമ്പോൾ 1, 2, 3 ചറ മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഫംഗ്ഷൻ അല്ല. സർക്കിൾ പോലത്തെ സാധനം ഇതിൽ 2 പോയിന്റിൽ മീറ്റ് ചെയ്യുന്നുണ്ട്, ഫംഗ്ഷൻ അല്ല. ഇത് പോയിന്റിൽ മീറ്റ് ചെയ്യുന്ന ഫംഗ്ഷനാണ്. അപ്പോൾ നമ്മൾ ഗ്രാഫിൻ്റെ അകത്ത് വെർട്ടിക്കലി നമ്മൾ വരച്ച് നോക്കുമ്പോൾ നമ്മുടെ ലൈൻ ഒന്നിലധികം പോയിന്റ്സിൽ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഫംഗ്ഷനെ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു ഫംഗ്ഷൻ അല്ല. പെട്ടെന്ന് നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ ഫംഗ്ഷൻ ആണോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു എളുപ്പ വഴിയാണിത്. അപ്പോൾ താങ്ക് യു. ഫോളോ ഫോർ മോർ വീഡിയോസ്.